അംഗങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞാലും മെരുകുട്ടി കൊച്ചുമ്മ സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് എൻ്റെ അമ്മയും സഹോദരിയും പുത്രിയും എന്നുള്ള വാത്സല്യത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഞാൻ മെരുകുട്ടി കൊച്ചുമ്മയോട് 2 വാക്ക് സംസാരിക്കണമെന്ന്. ഇവിടെ ജ്യൂസ് ഞാൻ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. ജ്യൂസ് ഭവനത്തിന്റെ സൈഡിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ജ്യൂസും വെള്ളവും ചൂടുവെള്ളവും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് അതിന്റെ സൈഡിൽ തന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ ഇടതുവശത്തെ ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണമെന്നുണ്ടോ? എല്ലാവർക്കും വേണോ? 5 മിനിറ്റ് ബ്രേക്ക് വേണമെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കേ. 5 മിനിറ്റ് ബ്രേക്ക് വേണമെന്നുള്ളവരെ 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് വേണോ? ഒരു ഇത് വേണോ? ഇല്ല, അല്ലല്ലോ, ആർക്കും വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് തുടരാം. അങ്ങനെയാകുമ്പോൾ മേരിക്കുട്ടി കൊച്ചമ്മയുടെ നമ്മൾ സതുദ്ദേശത്തിനു വേണ്ടി ഞാൻ മേരിക്കുട്ടി കൊച്ചമ്മയെ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. I'd like to have some break. You'd like a break? Okay, yeah. We'll go to break. ഏറെ ബഹുമാനപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, ഞാനിപ്പോൾ എവിടെയാ നിൽക്കുന്നത് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ വെറും ഒരു സാധാരണ വീട്ടമ്മയാണ്. ഇപ്പോഴേ ജോലി സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞതുപോലെ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ പോകാനിടയായി. അവിടെ കുറച്ച് നാൾ 10-25 വർഷം അതിനകത്തൊക്കെ പ്രവർത്തിച്ചു. ഒരു 10-15 വർഷം അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ കോട്ടയത്ത് വർക്ക് ചെയ്തു. ആ പ്രസ്ഥാനത്തിൽ ഹോം നേഴ്സസിൻ്റെ പരിപാടി തുടങ്ങുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കാൻ ദൈവം ഒരു അവസരം തന്നു. അങ്ങനെയൊക്കെ ചെറിയത് ആദ്യം ആരും അറിയാതെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടുമായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം വീട്ടിൽ മുരഞ്ഞിരിക്കുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ സീനിയർ സിറ്റിസൺ അസോസിയേഷൻ തുടങ്ങിയത്. അതിൻ്റെ സെക്രട്ടറിയും അതിൻ്റെ പ്രവർത്തനത്തിലൊക്കെ ഇപ്പോഴും ചെറിയ തോതിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാതൃകൂടി പറഞ്ഞതുപോലെ ഇത്ര വലിയ ആളൊന്നും അല്ല ഞാൻ, വെറും ഒരു സാധാരണ വീട്ടമ്മയാണ്. പക്ഷെ ഒരു കാര്യം സത്യമായിട്ട് ഞാൻ പറയുകയാണ്, പുളിക്കപ്പറമ്പ് കുടുംബത്തിൽ വന്നത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പുളിക്കപ്പറമ്പ് കുടുംബത്തിലെ ഒരംഗമായി തീർന്നതിൽ ഏറെ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ മാഹാത്മ്യം മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കുകയല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി നമ്മൾ കുലീനമായ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കതുപോലെ പെരുമാറാൻ നാം പഠിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറൊരു ഉപദേശവും പറയത്തക്കതുപോലെ ഉള്ള ആളൊന്നും അല്ല ഞാൻ. എന്നിരുന്നാലും പറയുകയാണ്, ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളെ മുതൽ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം, കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത, കുടുംബത്തിലെ വലിയ വലിയ അംഗങ്ങൾ, മരിച്ചുപോയവർ, സമൂഹത്തിന് ഒരുപാട് സംഭാവന ചെയ്ത ആളുകളുണ്ട്. എടുത്തെടുത്ത് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ ചെയ്തിട്ടുണ്ട്, മൺമറഞ്ഞു പോയവരെ. അതേക്കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലുള്ള സമ്മേളനങ്ങൾ കൂടുമ്പോൾ പോലും നമ്മുടെ കുടുംബത്തിലെ മൺമറഞ്ഞു പോയ അംഗങ്ങളെ ഓർക്കുകയും അവർ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിനും ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ വലിയ രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാൻ ഈ തലമുറയിലുള്ള നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. ഇനിയും ഇവിടെ ഔപചാരികമായ ചടങ്ങുകളാണ് നടക്കാനുള്ളത്. നമ്മുടെ കുടുംബ യോഗത്തിൻ്റെ ബിസിനസ് മീറ്റിംഗ് എന്ന് പറയാം, അതാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അതിന് ആദ്യമായിട്ട് റിപ്പോർട്ട് വായിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജേഷിനെ ക്ഷണിച്ചു കൊടുക്കുന്നത്. രാജേഷ് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ടാലാണ്.
വാർഷിക പൊതുയോഗം നിയമിച്ചു. കൊളുത്തുപറമ്പിൽ കുടുംബയോഗത്തിൻ്റെ 56ാമത്തെ വാർഷിക പൊതുയോഗം 2014 പൊതുയോഗം 2015 ജനുവരി 25-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് പ്രസിഡന്റ് അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു ബൗച്ചാൻ്റെ അധ്യക്ഷതയിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. 3 മണിക്ക് KPY 2014 വിദ്യാർത്ഥികളായ ബേബി, മീഖ, ജിജോ എന്നിവർ ചേർന്ന് പൊതുയോഗത്തിൽ അവതാരകരെ സേവിച്ചത്. യോഗത്തെ സംബന്ധിച്ച കുടുംബാംഗങ്ങളെ അഡ്വക്കേറ്റ് ബിബിൻ ജോൺ സ്വാഗതം ചെയ്തു. അധ്യക്ഷ കുടുംബത്തിന്റെ പൂർവ്വകാല ചരിത്രത്തെപ്പറ്റി അതിനുശേഷം IPYയിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ബുക്ക് ഓഫ് ദ ബൈബിൾ പാട്ട് അവതരിപ്പിച്ചു. അതിനുശേഷം ഡോക്ടർ സുരേഷ് പി ജോൺ ഡോക്ടറെ ഒഴിവാക്കുക എന്ന വിഷയത്തിൽ സരസവും വസ്തുനിഷ്ഠമായ ചർച്ച നയിച്ചു. പ്രസംഗത്തിന് ശേഷം വിവിധ പ്രായക്കാർ പ്രസംഗത്തിന് ശേഷം സപ്തതി ആഘോഷിക്കുന്ന ഡോക്ടർ സുരേഷ് പി ജോണിന്റെ ജന്മദിന കേക്ക് ലഘുഭക്ഷണവും വിതരണം ചെയ്തു. കാപ്പി സർക്കാരിന് ശേഷം ശ്രീമതി മേരി ചെറിയ നയിച്ച കുടുംബ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതും അംഗങ്ങൾ താല്പര്യപൂർവ്വം പങ്കെടുക്കേണ്ടതുമായ ക്വിസ് മത്സരമായിരുന്നു. പൊതുയോഗത്തിൽ വെച്ച് 80 വയസ്സ് തികഞ്ഞ കുടുംബാംഗങ്ങളായ ശ്രീമതി മേരി ചെറിയ, ശോശാമ്മ ജോൺ, അച്ചാമ്മ തോമസ്, ഏരിയാമ്മ കുരുവിള എന്നിവരെ പൊന്നയുടെ അണിയിച്ച് ആദരിച്ചു. ഔദ്യോഗിക സമ്മേളനത്തിൽ യോഗ പ്രസിഡന്റ് റവറന്റ് ഫാദർ PT തോമസ് ഹ്രസ്വമായ ഒരു സന്ദേശം നൽകിയ ശേഷം തുടർ നടപടികൾക്ക് മറ്റുള്ളവരെ ചുമതലപ്പെടുത്തി. സെക്രട്ടറി ശ്രീ